ഇത് യൂട്യൂബിൻ്റെ ഒരു വാണിംഗ് ആണ്. ഇനിയും നിങ്ങളൊരു ക്രിയേറ്റേഴ്സ് ആകുന്നില്ലെങ്കിൽ ലൈവ് സ്ട്രീമുകൾ മാത്രമാണ് ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചെങ്കിൽ ആ ഒരു വാണിംഗ് തന്നുകൊണ്ടാണ് യൂട്യൂബ് കഴിഞ്ഞ ഒരു ദിവസം ഒട്ടുമിക്ക ചാനലുകളുടെയും ലൈവ് സ്ട്രീം പ്രൈവറ്റ് ആക്കി ബ്ലോക്ക് ആക്കി വെച്ചത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൻ്റെ ലൈവ് സ്ട്രീമിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു പ്രോബ്ലത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഒട്ടുമിക്ക ചാനലുകളിലും ലൈവ് സ്ട്രീമുകൾ ഇടുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. ചില ലൈവുകൾ നടക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് ഓഫ് ആകുന്നുണ്ട്. ചില ലൈവുകൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം അവർക്ക് പബ്ലിക് ചെയ്യാൻ സാധിക്കുന്നില്ല. ചിലത് ഡയറക്റ്റ് പബ്ലിക്കായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചില ലൈവ് സ്ട്രീമുകൾ യൂട്യൂബ് തന്നെ പ്രൈവറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ YT സ്റ്റുഡിയോ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ബ്ലോക്ക്ഡ് എന്നും പ്രൈവറ്റ് എന്നും പിന്നെ ഒരു റെഡ് സർക്കിളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ റെസ്ട്രിക്ഷൻ, ടേംസ് ആൻഡ് പോളിസി എന്നൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് ഒട്ടുമിക്ക യൂട്യൂബേഴ്സും കഴിഞ്ഞ ഒരു ദിവസം അനുഭവിച്ചതാണ്. പല ആളുകളും ഇത് കണ്ട് പേടിച്ച് ലൈവ് സ്ട്രീം സ്റ്റോപ്പ് ചെയ്തു. ചില ആളുകൾ വീണ്ടും പബ്ലിക് ചെയ്യാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയി. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഡൗട്ട് ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞതിന് ശേഷം അവസാനം ഇങ്ങനെ പ്രൈവറ്റ് ആക്കി വീഡിയോ എങ്ങനെ പബ്ലിക് ആക്കാം എന്നുള്ള കാര്യം കൂടെ ഞാൻ അവസാനമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ ആണ് ഇപ്പോൾ യൂട്യൂബിൽ ലൈവ് സ്ട്രീമുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സ് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നറിയാതെ ലൈവ് റിമൂവ് ചെയ്യാറുണ്ട്. ചിലർ ലൈവ് ചെയ്യുന്നത് തന്നെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ലൈവ് സ്ട്രീമുകളിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ യൂട്യൂബ് പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുള്ള ലൈവ് സ്ട്രീം വീഡിയോകൾ നമുക്ക് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഗൂഗിൾ ക്രോമിൽ പോയി സെർച്ച് ചെയ്താലും അവിടെയും ഈ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. നമുക്ക് ആകെ കാണാൻ സാധിക്കുന്നത് YT സ്റ്റുഡിയോയിൽ മാത്രമാണ്. അതവിടെ യൂട്യൂബ് തന്നെ പറയുന്നുണ്ട്, ഒൺലി യു ക്യാൻ സീ എന്ന് പറയുന്നുണ്ട്. അതായത് ആ ക്രിയേറ്ററിന് മാത്രമാണ് ആ വീഡിയോയുടെ എന്തെങ്കിലും ഭാഗങ്ങൾ കാണാൻ സാധിക്കത്തുള്ളൂ. പബ്ലിക്കിൻ്റെ ഇതൊന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ YT സ്റ്റുഡിയോയിൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. നമ്മൾ ആ സ്ട്രൈക്ക് കിട്ടിയ വീഡിയോ നമ്മളെടുത്ത് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യൂട്യൂബ് ബ്ലോക്ക്ഡ് ആൻഡ് പ്രൈവറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റെഡ് സർക്കിളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ റെസ്ട്രിക്ഷൻ, ടേംസ് ആൻഡ് പോളിസി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടേംസ് ആൻഡ് പോളിസിയിൽ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് പോളിസികളൊക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോയോ ലൈവ് സ്ട്രീമിങ്ങോ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ യൂട്യൂബ് ഒരുപാട് ടേംസ് ആൻഡ് പോളിസികൾ കൊടുത്തിട്ടുണ്ട്. ആ ടേംസ് ആൻഡ് പോളിസികൾ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു ക്രിയേറ്ററിന് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും യൂട്യൂബിൻ്റെ എല്ലാ ടേംസ് ആൻഡ് പോളിസികളൊക്കെ അനുസരിച്ച് തന്നെയാണ് അവരുടെ വീഡിയോയും ലൈവ് സ്ട്രീമും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ യൂട്യൂബിൽ ലൈവ് സ്ട്രീമുകളിൽ ഇത്തരം ഇഷ്യൂ നടക്കുന്നതെന്ന് ഉള്ള ഡൗട്ട്സ് ഇപ്പോൾ നിങ്ങൾക്കുണ്ടായേക്കാം. അപ്പോൾ ഈ ഒരു കാര്യം അന്വേഷിച്ചപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പ് 1K സബ്സ്ക്രൈബ് ഉള്ളവർക്ക് മാത്രമായിരുന്നു ലൈവ് സ്ട്രീമുകൾ ചെയ്യാൻ സാധിക്കുന്നത്. യൂട്യൂബ് എന്തിനാണ് ലൈവ് സ്ട്രീമുകൾ ഒരു ക്രിയേറ്ററിന് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് സംവദിക്കാനും സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാക്കാനുമൊക്കെയാണ്. അവരുമായി സംസാരിക്കുകയും പുതിയ വീഡിയോയെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും വീഡിയോയിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഇത്തരം ലൈവ് സ്ട്രീമിലൂടെ. അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തിനാണ് യൂട്യൂബ് ലൈവ് സ്ട്രീമിംഗ് എന്നുള്ള അപ്ഡേറ്റ് യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 സബ്സ്ക്രൈബറും 30 ദിവസവും കംപ്ലീറ്റ് ചെയ്ത ഏതൊരാൾക്കും ലൈവ് ചെയ്യാമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് യൂട്യൂബ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് പുതിയതായിട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ യൂട്യൂബേഴ്സിനും ഒരുപോലെ വളരാനും അവർക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെയും കൂടുതൽ വ്യൂസും ഒക്കെ ലഭിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താനുമാണ് ഇത്തരം ലൈവ് സ്ട്രീമിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് യൂട്യൂബ് ഇത്തരം ആളുകൾക്ക് കൂടെ നൽകിയത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 സബ്സ്ക്രൈബറും 1 മന്തും കംപ്ലീറ്റ് ആയാലുടനെ ഓരോ ചാനലുകളും ലൈവുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ചില ചാനലുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലൈവുകൾ മാത്രമാണുള്ളത്. അങ്ങനെ ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയതോടെ ഏകദേശം ഒട്ടുമുക്കാൽ ചാനലുകളും വീഡിയോ ചെയ്യുന്നത് നിർത്തിയിട്ട് ലൈവുകൾ മാത്രം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈവിലൂടെ വാച്ച് അവർ കിട്ടുന്നത് കൊണ്ട് എങ്ങനെയും വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്. പക്ഷേ യൂട്യൂബ് പറയുന്നത് ഓരോ യൂട്യൂബ് ക്രിയേറ്റേഴ്സും ഒരു നല്ല ക്രിയേറ്റർ ആകണമെന്നാണ് യൂട്യൂബ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് യൂട്യൂബ് ഓരോ മാസങ്ങളിലും പുതിയ പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ കൂടുതൽ ആളുകളും മൊബൈൽ ഉപയോഗിച്ചാണ് യൂട്യൂബ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ യൂട്യൂബ് മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് അപ്ഡേഷനുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരം അപ്ഡേഷനുകൾ യൂട്യൂബ് എന്തിനാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അപ്ഡേഷൻ നമ്മൾ ഉപയോഗിക്കുവാനും അതിലൂടെ വ്യൂസ് വർദ്ധിപ്പിക്കാനും സബ്സ്ക്രൈബേഴ്സിനെ വർദ്ധിപ്പിക്കാനും നല്ല ക്രിയേറ്റേഴ്സായിട്ട് വളരുവാനും വേണ്ടിയാണ്. എന്നാൽ കുറേ ക്രിയേറ്റേഴ്സ് ഒന്നും ഇത്തരം അപ്ഡേറ്റുകൾ ഉപയോഗിക്കുന്നേ ഇല്ല, വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല, ക്രിയേറ്റർ ആകാൻ ശ്രമിക്കുന്നില്ല. അവരാകെ ഒരേ ഒരു ലക്ഷ്യം ലൈവ് സ്ട്രീമുകൾ നടത്തി എങ്ങനെയെങ്കിലും വാച്ച് ഓവർ ആകുക, എങ്ങനെയെങ്കിലും ചാനലിനെ മോണിറ്റൈസേഷൻ ആക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ഇപ്പോൾ എല്ലാ ലൈവ് സ്ട്രീമുകളും അണ്ടർ റിവ്യൂവിൽ വെച്ചിട്ടാണ് ഇപ്പോൾ അത് പബ്ലിക് ആക്കി വിടുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ലൈവ് ഇടുന്ന ആളുകളുടെ ലൈവ് സ്ട്രീമുകളാണ് യൂട്യൂബ് ഇങ്ങനെ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുള്ളത്. ചില ചാനലുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ലൈവ് സ്ട്രീം, ഉച്ചയ്ക്ക് ലൈവ് സ്ട്രീം, വൈകിട്ട് ലൈവ് സ്ട്രീം, അങ്ങനെ എപ്പം നോക്കിയാലും ലൈവ് സ്ട്രീമുകൾ മാത്രമാണ് ഇത്തരം ചാനലുകളിൽ റൺ ചെയ്യുന്നത്.
അവർക്കൊരിക്കലും ക്രിയേറ്റേഴ്സ് ആകാൻ കഴിയില്ല. കാരണം അവർ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അവർക്കൊരിക്കലും ചാനൽ കൊണ്ട് ഗ്രോ ചെയ്യാനും കഴിയില്ല. വീഡിയോകൾ അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു ക്രിയേറ്ററിന് ഗ്രോ ആകാൻ കഴിയുള്ളൂ. കാരണം വീഡിയോയിലാണ് യൂട്യൂബിൻ്റെ ആഡ്സുകൾ വരുന്നത്. ഇത്തരം ആഡ്സുകൾ വന്നെങ്കിൽ മാത്രമേ ഏതൊരു ക്രിയേറ്റേഴ്സിനും ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. ലൈവ് സ്ട്രീമുകളെ സംബന്ധിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ കാണുന്ന സമയത്ത് മാത്രമാണ് ആളുകൾ കാണത്തുള്ളൂ. പിന്നീട് ഒരിക്കലും വീണ്ടും ഒരാളും കൂടെ ഒരിക്കലും ഒരു ലൈവ് സ്ട്രീം വീഡിയോസ് കാണത്തില്ല. അപ്പോൾ ഇത്തരം ലൈവ് സ്ട്രീം വീഡിയോകൾ കൊണ്ട് ആ ക്രിയേറ്ററിനും പ്രയോജനമില്ല, യൂട്യൂബിനും പ്രയോജനമില്ല. കാരണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ആഡ്സിൻ്റെ ഒരു ഷെയറാണ് യൂട്യൂബിൻ്റെ ഇൻകമായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരം ലൈവ് സ്ട്രീമുകൾ കൊണ്ട് യൂട്യൂബിനും പ്രയോജനമില്ല, ക്രിയേറ്റേഴ്സിനും പ്രയോജനമില്ല. ഈ ഒരു കാര്യം യൂട്യൂബ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു വാണിംഗ് എന്ന നിലയിൽ കഴിഞ്ഞ ഒരു ദിവസം അന്ന് ലൈവ് ഇട്ട ഏകദേശം 95% ലൈവുകളും പ്രൈവറ്റായി പോയിട്ടുണ്ട്. ഇത് യൂട്യൂബിൻ്റെ ഒരു വാണിംഗ് ആണ്. ഇനിയും നിങ്ങളൊരു ക്രിയേറ്റേഴ്സ് ആകുന്നില്ലെങ്കിൽ ലൈവ് സ്ട്രീമുകൾ മാത്രമാണ് ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചെങ്കിൽ അത്തരം ചാനലുകളിൽ നിന്നും ലൈവ് സ്ട്രീമിൻ്റെ അപ്ഡേറ്റുകൾ തന്നെ യൂട്യൂബ് എടുത്തു മാറ്റാനുള്ള സാധ്യതയാണ് ഇനിയുള്ളത്. ആ ഒരു വാണിംഗ് തന്നുകൊണ്ടാണ് യൂട്യൂബ് കഴിഞ്ഞ ഒരു ദിവസം ഒട്ടുമിക്ക ചാനലുകളുടെയും ലൈവ് സ്ട്രീം പ്രൈവറ്റാക്കി ബ്ലോക്കാക്കി വെച്ചത്. അപ്പോൾ ഇതിൻ്റെ റെസ്ട്രിക്ഷൻ നമ്മളെടുത്ത് നോക്കിക്കഴിയുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഇത് നോൺ അപ്പീലബിൾ എന്നാണ്. ഇത് അപ്പീൽ ചെയ്യാനോ അതിൻ്റെ സ്ട്രൈക്ക് മാറ്റാനോ ഒന്നും ആർക്കും സാധിക്കത്തില്ല. നോൺ അപ്പീലബിൾ എന്ന് തന്നെയാണ് യൂട്യൂബ് പറയുന്നത്. കാരണം ഇത് യൂട്യൂബിൻ്റെ ഒരു ഡയറക്റ്റ് വാണിംഗ് മെസ്സേജ് തന്നെയാണ്. എന്നാൽ ഇങ്ങനെ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടിയ ആ ലൈവ് സ്ട്രീം നമുക്ക് ചേഞ്ച് ചെയ്ത് പബ്ലിക് ആക്കാനായിട്ടുള്ള സെറ്റിംഗ്സും ഉണ്ട്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഒരു ക്രിയേറ്റേഴ്സായിട്ട് മാറുക. നിങ്ങൾ ലൈവ് സ്ട്രീമുകൾ ചെയ്യുക, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ മാക്സിമം ശ്രദ്ധിക്കുക, കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കും പ്രയോജനമുള്ളൂ, യൂട്യൂബിനും പ്രയോജനമുള്ളൂ. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊരു ക്രിയേറ്റർ ആകാനും സാധിക്കത്തുള്ളൂ. ഉദാഹരണമായിട്ട് ഒരുപാട് ചാനലുകളുണ്ട്. ലൈവ് സ്ട്രീം ചെയ്ത് മോണിറ്റൈസേഷനായ ഒട്ടുമിക്ക ചാനലുകൾക്കും ഒരു ഏണിങ്സും 6-7 മാസമായിട്ടും ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. മാത്രമല്ല സ്ഥിരമായിട്ട് ലൈവ് സ്ട്രീം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വീഡിയോയ്ക്ക് വ്യൂസും കുറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈവ് സ്ട്രീമിൽ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ വീഡിയോസിലും മാക്സിമം ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് ഈ സ്ട്രൈക്ക് കിട്ടിയ ലൈവ് സ്ട്രീം പബ്ലിക് ആക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ എന്നൊരു മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എന്നും ഇത് ദിസ് ഈസ് നോട്ട് അഫക്റ്റഡ് ഫോർ യുവർ ചാനൽ എന്നൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ ചാനലിനെ ബാധിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഇതൊരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കായിട്ട് ഉണ്ടെന്നാണ് യൂട്യൂബ് ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് നമുക്കൊരു മെസ്സേജ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ റിവ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ലൈവ് സ്ട്രീമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഗൂഗിൾ ക്രോമിൽ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും തമ്പനെയിലും ഒക്കെ മാറ്റുക. അതിനുശേഷം ഇത് വീണ്ടും പ്രൈവറ്റ് ആക്കി വെക്കുക. പബ്ലിക് ആക്കരുത്, പ്രൈവറ്റ് ആക്കി തന്നെ നിങ്ങൾ വെക്കുക. ഇത് സേവ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ യൂട്യൂബ് തന്നെ പ്രൈവറ്റ് എടുത്ത് മാറ്റി ഇത് നിങ്ങൾക്ക് പബ്ലിക് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് 2-3 സ്ട്രൈക്ക് കിട്ടിയ ചാനലുകളുടെ ലൈവ് സ്ട്രീം വീണ്ടും പബ്ലിക് ആക്കാനായിട്ട് സാധിച്ചത്. ആ സെറ്റിങ്സ് ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും കൂടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.